ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് ചോദിച്ചു താലിമാലകളുടെ കളക്ഷൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ 3 കാറ്റഗറിയിലുള്ള മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെ നമ്മുടെ താലിമാലകളുണ്ടല്ലോ, അതിൻ്റെ കളക്ഷൻസ് അതെങ്ങനെ സെറ്റ് ചെയ്യാം, അതൊക്കെ എത്ര വെയിറ്റിലാണ്, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കണ്ടാവില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ, അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് ചെയിൻസുകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡയമണ്ടിൽ വരെ നമുക്ക് അടിപൊളിയായിട്ടുള്ള താലിമാലകൾ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കളക്ഷൻസും അതുപോലെ ഇനിയിപ്പോൾ നെയിം എഴുതിയിട്ടുള്ള നമുക്ക് കസ്റ്റമേഴ്സ് ചെയ്ത് എടുക്കുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. അതുപോലെ തന്നെ ലോങ്ങിലിരിക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു ഐറ്റംസ് ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് മഹർ ആവട്ടെ അല്ലെങ്കിൽ എന്താണ് താലിമാല ആവട്ടെ എന്താണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സ്കീമിൽ ചേരാനുള്ളൊരു പെട്ടെന്ന് ഒന്ന് ജോയിൻ ചെയ്യാം. നേരെ ഡീറ്റെയിൽസിലേക്ക്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കുറേ മഹർമാലകൾ ഇതാ നിരത്തി വെച്ചിട്ടുണ്ട്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെ ആപ്റ്റായിട്ടുള്ള ഏറ്റവും ലൈറ്റ് വെയ്റ്റിലും അതുപോലെ ഹെവി വെയ്റ്റിലും അത്യാവശ്യം പൊലിമയുള്ളതും പൊലിമയില്ലാത്തതും എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് ചെയിൻസുകൾ വെച്ചേക്കുന്നുണ്ടോ? ഇതിൽ ഏത് ചെയിൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആപ്റ്റായിട്ട് ഓരോ പെൻഡൻ്റ് എടുത്തിട്ട് അതിന് മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ചെയിൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇത് നോക്ക്, നമ്മുടെ ഹിന്ദു ബ്രൈഡ്സിന് ആപ്റ്റായിട്ടുള്ള ഒരു ട്രഡീഷണൽ രീതിയിൽ വരുന്ന ഒരു എന്താ പറയുക താലിയും അതുപോലെ ചെയിനുമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊരു 3 ഗ്രാമൊക്കെ കേട്ടോ ഈ ഓം താലിയുടെ ഒരു ഇത് വരുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു ഐറ്റം നോക്കിയേ, ഇതും ട്രഡീഷണൽ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് ഞാൻ ഏകദേശം ഒരു നല്ല ഡിസൈൻസ് നോക്കി നല്ല ചെയിൻസ് വെച്ചെന്നുള്ളൂ. അതല്ലാതെ ഒത്തിരി ചെയിനുകൾ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ ആ ചെയിനുകളുടെയൊക്കെ ഡീറ്റെയിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയിൽ വരുന്ന ഒരു കളക്ഷൻ തന്നെയാണ്. പിന്നെ നമുക്കിതാ അടുത്തത് വരുന്നത് ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് നെയിമൊക്കെ എഴുതിയിട്ട് ഈ ഒരു സെൻറ്ററിൽ നെയിമൊക്കെ എഴുതുന്ന ഇഷ്ടമുള്ളവരുണ്ട്, അവർക്ക് പറ്റുന്ന ഒരു താലിയാണിത്. അതുപോലെ തന്നെ ഞാൻ കാണിക്കാൻ മറന്നു കേട്ടോ, അത് ഞാൻ ഇത് നോക്കി ഓം താലി കണ്ടോ, വളരെ കുറഞ്ഞ വെയിറ്റിൽ ഇപ്പോൾ ഒരു അരപ്പവൻ അല്ലെങ്കിൽ 3/4 പവനൊക്കെ എടുക്കുക, അല്ലെങ്കിൽ 1 പവനൊക്കെയാണ് ഒരു ചെയിൻ എടുക്കാൻ ഇതുള്ളൂങ്കിൽ അവർക്കൊക്കെ ഈ ഒരു ടൈപ്പിലൊരു താലി നമുക്ക് യൂസ് ചെയ്യാം. ഒരു 2 grams ആണ് ഇതിനൊരു വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല മോഡേൺ ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു താലി വരുന്നത്. പിന്നെ ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ കാണിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ബ്രൈഡിന് ഇത് നോക്കുന്നത്, ഇതൊക്കെ നല്ല വെറൈറ്റി താലികളാണ്. ഇതുണ്ടോ, വെറൈറ്റി രീതിയിൽ ഡിഫറെൻറ്റ് വെയിറ്റിൽ 1.5 ഗ്രാം മുതൽ ഇതിൻ്റെ ലോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് മാലകൾ എത്ര വെയിറ്റിൽ വേണമെങ്കിലും എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതൊക്കെ നല്ല മോഡേൺ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 1.4 grams സ്റ്റാർട്ട് ചെയ്യുന്ന, സ്റ്റാർട്ടിങ് അല്ല കേട്ടോ ഇതിൻ്റെ വെയിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. സ്റ്റാർട്ടിങ് ചിലപ്പോൾ അതിലും കുറവ് വെയിറ്റ് കാണാം. ഇതൊക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു കളക്ഷനാണ്. ഇനി കുറച്ചുകൂടിയും ഇതൊന്ന് നോക്കിയേ, നമ്മുടെ ബ്രാഹ്മിൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന താലിയാട്ടോ ഇത്. നല്ല വി ചെയിനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെൻഡൻറ്റിന് മാച്ചിങ് ആയിട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വി ചെയിൻ വെച്ചിരിക്കുന്നത്. ഒരു 7 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു താലിയുടെ. ബ്രാഹ്മിൻസ് അതുപോലെ നമ്മുടെ തമിഴ് ആ ഒരു സ്റ്റൈൽ ഓഫ് പെൻഡൻ്റ് ആട്ടോ ഇത്. ഓക്കെ, ഇതിന് വേറെ ചെയിനുകൾ നിങ്ങൾക്ക് മാറ്റി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് പോകുന്നത് നമ്മുടെ മുസ്ലിം ബ്രൈഡിൻ്റെയാണ്. അതുപോലെ വെച്ചിരിക്കുന്ന ഒരു പെൻഡൻറ്റ് നോക്കി നമ്മുടെ മോഡേൺ ആൾക്കാർ യൂസ് ചെയ്യാൻ ഇതുപോലുള്ള മഹർ യൂസ് ചെയ്ത് എന്താ കുഴപ്പം. ഒരു 6 gram ആണ് ഈ ലോക്കറ്റിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. നമുക്ക് ഇതിലേക്കുണ്ടല്ലോ ഈ ഒരു ചെയിൻ വേണം, ഇത്തിരി അത്യാവശ്യം നല്ല പൊലിമേൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ എനിക്കിഷ്ടം അങ്ങനെ യൂസ് ചെയ്യാനല്ല കേട്ടോ. എനിക്കിഷ്ടം ഇതുപോലെ വി ചെയിൻ കണ്ടോ, ഈ വി ചെയിനിൽ ഈ ഒരു പെൻഡൻറ്റ് ഇട്ടിട്ട് യൂസ് ചെയ്യാനാണ് എനിക്കിഷ്ടം കേട്ടോ. അതാകുമ്പോൾ നന്നായിട്ട് മോഡേൺ ആ ഒരു രീതിയിൽ വരും. ഇത് കണ്ടോ, നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് ഈ ഒരു പെൻഡൻസ് വരുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽ പെൻഡൻസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ടൈപ്പിൽ നോക്കി, ഇതും നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പെൻഡൻ്റ് ആണ്. 6 gram 3/4 പവനാണ് വരുന്നത്. അതിലേക്കും നമുക്ക് ഏത് ചെയിൻ വേണമെങ്കിലും യൂസ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒരു ചെയിൻ എടുത്ത് വെച്ചിരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പാറ്റേൺസിൻ്റെ ചെയിൻസ് അവൈലബിൾ ആണ്. പിന്നെ ജസ്റ്റ് ഒന്ന് താലികൾ കാണിക്കണത് ഇതുണ്ട്, വെറും 4 grams ആണ് ഈ ഒരു പെൻഡൻറ്റ് വരുന്നുള്ളൂ. ലോക്കറ്റ് വെറും 4 grams നമുക്ക് ഏത് ചെയിൻ വേണമെങ്കിലും ഇടാം. ഞാൻ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ചെയിൻ വെച്ചേക്കുന്ന ഈ ഒരു ചെയിൻ തന്നെ നമുക്ക് അത്യാവശ്യം എന്താ പറയുക 1 പവൻ 3/4 പവൻ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്തൊരു പാറ്റേൺ കാണിച്ചാൽ, ഇനി ചിലർക്ക് നല്ല ഒതുക്കത്തിലായിരിക്കും പെൻഡൻറ്റ് ഇഷ്ടം. ഒരു 2 grams വരുന്ന ഒരു പെൻഡൻ്റാണ്. ഒരുപാട് വലിപ്പത്തിൽ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു ടൈപ്പ് പെൻഡൻറ്റ്. അതുപോലെ കുരുമുളകിൻ്റെ മാലയാണ്. നല്ല ഭംഗിയുള്ളൊരു മാല തന്നെയാണ് കേട്ടോ കുരുമുളക് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന പെൻഡൻറ്റും എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ആട്ടോ പൊലിമയുള്ളതിലും കൂടുതൽ ഇഷ്ടം എനിക്ക് ഈ ഒരു ടൈപ്പാണ്. വെറും 3 grams
3 ഗ്രാംസ് 3-3.5 ഗ്രാമിലാണ് വരുന്നത്. നല്ലൊരു ചെയിനിൽ വരുന്ന ഒരു മാലയാട്ടോ കാണുന്നത്. ഇത് കണ്ടോ, നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു മഹർ മാലയുടെ ഒരു മോഡലാട്ടോ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഏത് ചെയിൻ വേണം, എത്ര വെയിറ്റ് വേണം എന്നൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അതുപോലെ 4 ഗ്രാംസ്, ഒരു 3 ഗ്രാം 4 ഗ്രാംസിൽ ഇതുപോലെ നെയിം എഴുതിയിട്ട് നമുക്ക് ലോക്കറ്റ് കസ്റ്റമേഴ്സ് ചെയ്യാം. കസ്റ്റമേഴ്സ് ചെയ്യുമ്പോൾ ഒരു 1 വീക്ക് മുന്നെങ്കിലും നമ്മൾ ഷോപ്പിൽ വന്നിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഏതാണ് പേരെന്ന് വെച്ചാൽ അത് ഇപ്പോൾ നമ്മുടെ റോഡിയൊക്കെ ചേർന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ, ആ ലെറ്റർ വേറെ രീതിയിൽ വേണമെങ്കിൽ, അങ്ങനെ ഒരുപാട് മോഡൽസ് കാണിച്ചു തരും. ഏത് മോഡലിൽ വേണമെങ്കിലും, റിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ മഹർമാലയുടെ ഈ ലോക്കറ്റൊക്കെ ആണെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സ് ചെയ്യാം. അല്ലെങ്കിൽ കുഞ്ഞു മക്കളുടെ പേരെഴുതിയിട്ട് മാല വേണമെങ്കിൽ അതൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് കാര്യമില്ല. ഒരു 3-4 ഗ്രാംസ് നമ്മുടെ പേരിൻ്റെ ഒരു ലെറ്റർ അനുസരിച്ചിട്ടാണ് വെയിറ്റ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. ചെയിനുകളും നമുക്ക് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എത്ര വെയിറ്റിൽ വേണമെങ്കിലും, ചെയിൻസ് എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ആട്ടോ ഇത് കണ്ടോ, നല്ല ഭംഗിയിൽ. ഇനി അടുത്ത് വെച്ചിരിക്കുന്നത്, ഞാൻ ഇപ്പോഴത്തെ ജനറേഷന് മിക്കവാറും ആൾക്കാർ ഭയങ്കര പൊലിമയിലെടുക്കാതെ തന്നെ, എന്ന് വെച്ചാൽ അവർ ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഈ താലി ഊരുന്ന ഒരു പ്രകൃതി ഇല്ലാത്തവരുണ്ട്. സ്ഥിരമായിട്ട് താലി തന്നെ ഇടുന്ന ഹിന്ദു ബ്രൈഡ്സ് കൂടുതലും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. നമ്മൾ മുസ്ലിംസിന് അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ല. അതായത് മഹർ ഫുൾ ടൈം നമ്മുടെ കഴുത്തിലിടണമെന്നില്ല കേട്ടോ. പക്ഷേ ഹിന്ദു ബ്രൈഡ്സ് അവർ താലി കഴുത്തിൽ തന്നെ ഫുൾ വെയർ ചെയ്യുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതായത് നോക്കി ഡയമണ്ടിൽ ഓം താലി ആട്ടോ കാണുന്നത്. ഹിന്ദു ബ്രൈഡ്സിനെ പറ്റി അടിപൊളിയായിട്ട്, ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് സൂക്ഷിച്ച് വെക്കാനും അതുപോലെ തന്നെ വെയർ ചെയ്യാനും നല്ല ഭംഗി തന്നെ വെയർ ചെയ്യാനും പറ്റുന്ന രീതിയിലാട്ടോ ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ദേ കുമ്പളത്താലി വരുന്നുണ്ട്. ഓം താലി വേണ്ടാന്നുള്ളവർക്ക് ദേ കുമ്പളത്താലിയും ഡയമണ്ട്സിൽ തന്നെ വരുന്നുണ്ട്. ഇതൊക്കെ നല്ല മോഡസ്റ്റി വെയർ ആയിട്ട് ഉള്ള ഡ്രസ്സുകൾക്കും എന്ത് ഡ്രസ്സിനാണെങ്കിലും നമുക്ക് ഈ ഒരു മാലയും കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്ഥിരമായിട്ട് വർക്കിന് പോകുമ്പോഴും ഇടാം. എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്കിത് വെയർ ചെയ്യാം. ഇത് കണ്ടോ, വെറും 4 ഗ്രാംസിൻ്റെ ഒക്കെ ചെയിനുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നുള്ളൂ. ഇനിയിപ്പോൾ കല്യാണമാണ് ഇത്തിരി വെയിറ്റ് ആയിട്ടുള്ള ഒരു ചെയിനാണ് എടുക്കുന്നതെങ്കിൽ പോലും നമുക്ക് ആഫ്റ്റർ മാരേജ് ഇതുപോലെ സിമ്പിൾ ചെയിനിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഡെയിലി വെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെയും കൂടി കാണിച്ചിട്ട് ഡയമണ്ട്സിൽ തന്നെ ഒരു കുരിശും ക്രിസ്ത്യൻ ബ്രൈഡിന് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ വെയിറ്റ് വെറും 1 ഗ്രാമൊക്കെ ഗോൾഡ് വെയിറ്റ് വരുന്നുള്ളൂ. വെറും 4 സെൻറ്റ് ആട്ടോ ഇതിൻ്റെ ഡയമണ്ട് വരുന്നുള്ളൂ. ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ കുരിശിൻ്റെ. അതായത് കണ്ടോ, ഇതൊക്കെ നമുക്ക് എന്തായാലും കല്യാണത്തിന് കിട്ടുന്ന ഒരു സംഭവമല്ലേ. ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനും വെയർ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ്. ഇതൊക്കെ വെറും 1 ഗ്രാമിൽ താഴെയാണ് ഇതിൻ്റെ ഗോൾഡ് വെയിറ്റ് വരുന്നുള്ളൂ. ഡിഫറെൻറ്റ് വലിപ്പത്തിൽ ഡിഫറെൻറ്റ് ഡിസൈനിലുമാണ് ഇത് വരുന്നത്. ഈ ഒരു കുരിശൊക്കെ നല്ല ഭംഗിയിലല്ലേ വരുന്നത് നോക്കി. ചെയിൻ ഞാൻ ഒരു ചെയിൻ വെച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോക്സ് ചെയിൻ ആവട്ടെ, വി ചെയിൻ ആവട്ടെ, ഏത് ചെയിൻ വേണമെങ്കിലും എത്ര വെയിറ്റിലാണെങ്കിലും നമുക്കിതിന് പെയർ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, കുറേ കളക്ഷൻസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒത്തിരി നമുക്ക് ഡിഫറെൻറ്റ് ലെങ്ത്തിലും ഡിഫറെൻറ്റ് വെയിറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇതൊക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വരുന്ന കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ചെയിനുകൾ കാണിച്ചു തരാം. ഇതൊക്കെ നല്ല ഐറ്റംസ് ആട്ടോ. അതായത് ഉണ്ടോ, എൻ്റെ കല്യാണത്തിൻ്റെ മാല ഈ ഒരു ടൈപ്പിലായിരുന്നു. അല്ല, ഈ ഒരു ടൈപ്പല്ല കേട്ടോ, സോറി. ഇതുപോലെ തന്നെ ബോൾസ് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി ചെയിൻസുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ചെയിൻ്റെ ഡീറ്റെയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെച്ചേക്കുന്നതാണ്. അത് അടുത്ത ബോക്സിൽ നോക്കി, അവിടെയും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് വരുന്നുണ്ട്. ഈ വി ചെയിനൊക്കെ നല്ല ലാസ്റ്റിംഗ് ആട്ടോ. ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെയുള്ള ചെയിനുകളെ ഇഷ്ടം. ഇനി പൊലിമ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ കളക്ഷൻസ് അത് ഈ ഒരു മാലയായിരുന്നു കേട്ടോ എൻ്റെ. അതായത് കണ്ടോ, ഈ ഒരു ടൈപ്പിലായിരുന്നു. നല്ല കട്ടിയിൽ, എത്ര കട്ടിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇതൊരു 1 പവനേ വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 5 പവനൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കട്ടിയിൽ വരും. വെയിറ്റിലുള്ളത് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് കാണിച്ചു കൊടുത്തേ. ഇതാണോ നമ്മുടെ ഒത്തിരി ചെയിൻസുകൾ. നല്ല കട്ടി ചെയിൻ വരുന്നുണ്ട്. അതായത് നോക്ക്, ഒക്കെ ലോങ് ലാസ്റ്റിങ്ങിൽ കട്ടിയിൽ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന ചെയിനുകളാട്ടോ. അതുപോലെ അതിന് ഈ ഒരു ടൈപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇത് ജെൻസ് മാത്രമല്ല ലേഡീസും യൂസ് ചെയ്യുന്ന തന്നെ കേട്ടോ. ഇതാണ്ടോ, ഒത്തിരി വലിയ ഹെവി വെയിറ്റ്. അതായത് ഹെവി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 24 ഗ്രാം ഒക്കെ ആട്ടോ അതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു 5-6 പവനൊക്കെ തോന്നില്ല. അത്രയൊന്നും വെയിറ്റ് വരുന്നില്ല. വെറും 24 ഗ്രാംസാണ് അതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതുപോലെ ഈ അടുത്ത കളക്ഷനും നോക്കിയേ. ഇതിൻ്റെ അകത്തും ഒത്തിരി കളക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സച്ചിൻ വേണോ, ബോംബെ, കാങ്കുലി, ഏത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ചെയിനൊക്കെ നോക്കിയേ, നല്ല ചെയിനല്ലേ. അതുപോലെ ഈ ഒരു ചെയിൻ നോക്കിയേ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ടുള്ള താലിമാലകളുടെ കളക്ഷൻസാണ് ഞാൻ കാണിച്ചത്. ഞാൻ വളരെ കുറച്ച് ചെയിനുകൾ മാത്രമാണ് വെച്ച് കാണിച്ചത്. കൂടുതൽ കളക്ഷൻസ് നിങ്ങൾക്ക് കാണണമെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിലും നമ്മുടെ എല്ലാ ഷോറൂമിൽ ഇതിൻ്റെയൊക്കെ കളക്ഷൻസ് എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോ കാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോയിൽ വന്നിട്ട് ദുബായിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്
പറയാനുള്ളത്, ലൈറ്റ് വെയ്റ്റിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോസ് മിസ് ചെയ്തിട്ടോ, കാരണം ഒരു ദിവസം കാണിക്കുന്ന വീഡിയോസ് അല്ല പിറ്റേ ദിവസം കാണിക്കുന്നത്. സാധാ ഒരുപാട് ചാനലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൽ റിപ്പീറ്റേഷനായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, ഞങ്ങൾ വെറൈറ്റിയാണ് ഓരോ വീഡിയോയിലും കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും മിസ് ചെയ്യരുത്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലും ഒക്കെ അടിപൊളി കളക്ഷൻസ് ഇടുന്നുണ്ട്. ഷാർജയിലെ കളക്ഷൻസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ ഷോപ്പ് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസ് താഴെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.